കർത്താവിൻ്റെ പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലം മധ്യാഹ്ന സമയം തന്നെ കർത്തൃപാദപീഠത്തിൽ ആരാധനയുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, എഫ്രാത്ത ചർച്ചിൻ്റെ ബേസിക്കിൽ ഏനാത്ത് പ്രദേശത്ത് അത് ചാരത്തും ദൂരത്തും ചുറ്റോരങ്ങളിലുള്ളതായ പ്രിയമുള്ളവരായി കടന്നു വന്ന് ആരാധിപ്പാൻ ബഹുമാന്യനായ റോയ് പാസ്റ്ററോട് ചേർന്ന് ആരാധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരുമേ, നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നതിന് മുമ്പായി എന്നെ ഇവിടേക്ക് അയച്ച സർവശക്തനായ ദൈവാദി ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും തൃപാദപീഠത്തിൽ ആദരപൂർവ്വം സമർപ്പണം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശക്തന്മാർ, വിശ്വാസികൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ ധന്യമായ നാമത്തിൽ എളിയവൻ്റെയും അടിയനെ അയച്ച ന്യൂ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ പ്രതിനിധികളായിരിക്കുന്ന പ്രിയമുള്ളവരുടെ പേരിലും എല്ലാ വന്ദനവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദത്തിന് അല്പം ബുദ്ധിമുട്ടുണ്ട്, ഇതും കൂടെ അറിയിക്കാം. ആരാധനയുടെ ഒരു ഭാഗത്ത് ഞാനും സങ്കീർത്തന പ്രബോധനങ്ങൾ നിർവഹിച്ചതിന് ശേഷമാണ് പ്രാർത്ഥിച്ച് അവിടെ സ്തോത്ര കാണിക്ക സമർപ്പിച്ച് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ആരാധനാ സമയത്ത് തന്നെ നല്ല മഴ അവിടെ പെയ്തുകൊണ്ടിരുന്നു. തടസ്സമാണോ കർത്താവേ എന്ന് ഞാൻ ചിന്തിച്ചു. ഇന്നലെ തന്നെ കർത്താവിൻ്റെ ദാസന് വിവരം അറിയിക്കണമെന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ മാത്യു പാസ്റ്റർക്ക് ഞാൻ വിളിച്ചപ്പോൾ പലവട്ടം വിളിച്ചപ്പോഴും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നും മറുപടി പറയാൻ ഒക്കാതെ പോയി. രാവിലെ സമയം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോയിട്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാനൊരു വാക്ക് പറഞ്ഞു പോയി, അതിന് മാറ്റം വരാൻ പാടില്ല. അവസരം ദൈവം ഒരുക്കുന്നതാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് അവിടെയായാലും ഇവിടെയായാലും അത് നമ്മുടെ കർത്തവ്യമാണ്. സങ്കീർത്തന പ്രബോധനത്തിൽ ഞാനവിടെ നിർവഹിച്ചപ്പോൾ 126 സങ്കീർത്തനമായിരുന്നു ഞങ്ങൾ വായിച്ചത്. എൻ്റെ 3-ാം വാക്യം, യഹോവ ഞങ്ങളിൽ വൻകാര്യത്തെ ചെയ്തിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിയും. അവിടെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വാക്യം ചിന്തിക്കാം. യഹോവ ഞങ്ങളിൽ വൻ കാര്യത്തെ ചെയ്തിരിക്കുന്നു. യഹോവ നമ്മളിൽ വൻ കാര്യത്തെ ചെയ്തിരുന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്ന് ഇത്രയും മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരിക്കാൻ മനസ്സ് തോന്നിയത്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ചിലർക്ക് വിചാരിക്കും ചെറിയ കാര്യമാണ് ചെയ്തത്. അല്ല, നമ്മുടെ കർത്താവിൻ്റെ ദാസൻ്റെ ഉപദേശത്തിൽ ഞാൻ കേൾക്കുവാനിടയായി, തീ നിന്നെ ദഹിപ്പിച്ച് കളയാതെ, ഗ്യാസ് സിലിണ്ടർ പൊട്ടി നിന്നെ തകർത്ത് കളയാതെ, ആമേൻ, വണ്ടി കയറി നിന്നെ ഒതുക്കിക്കളയാതെ, നശിപ്പിച്ച് കളയാതെ, പ്രകൃതി നിന്നെ മുക്കിക്കളയാതെ, പല രീതിയിൽ നിന്റെ പ്രാണനെ സൂക്ഷിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി തന്നെ. ആ പ്രവൃത്തി നമ്മൾ നിസ്സാരമെന്ന് കാണരുത്, ചെറുതെന്ന് കാണരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അത് വൻകാര്യമാണെന്ന് ചിന്തിച്ചാൽ ആമേൻ, നിനക്ക് നന്മ ലഭിക്കും. ഇന്ന് പകൽക്കാലം ആമേൻ ആ ഭാഗത്തേക്ക് കടന്നു പോകാനല്ല ആഗ്രഹിക്കുന്നത്. വേഗത്തിൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരും കേൾക്കുക അല്പസമയം എന്നോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്തിനുള്ളിൽ ഇരിപ്പാൻ ഞാനും കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം ആയിരിക്കുന്നു എങ്കിൽ നമുക്കൊരുമിച്ച് ആ ഭാഗത്ത് ആമേൻ സ്തോത്രം ആത്മാ ശുശ്രൂഷയിൽ ബന്ധപ്പെടുവാൻ ഇടയാകട്ടെ. നമുക്ക് ആധികാരികമായി ഒരു വേദഭാഗം വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്.
പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയം നന്ദിപൂർവ്വം ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. കർത്താവേ, ഈ പുൽപ്പറ്റിൽ നിൽപ്പാൻ തക്കവണ്ണം അടിയനെ കർത്താവ് ഒരുക്കിയല്ലോ, അതിനായി സ്തോത്രം. അനേക കർത്തൃഭൃത്യന്മാർ നിന്ന സ്ഥലമാണ്. ഒരു യോഗ്യതയുമില്ലാതിരുന്ന ആ അടിയനെയും ആ സ്ഥാനത്ത് കയറ്റി നിർത്തുവാൻ അങ്ങയ്ക്ക് പ്രസാദം തോന്നിയതോർത്ത് സ്തോത്രം. കർത്താവേ, തിരികിതം പോലെ ഞങ്ങളായിരിക്കാൻ അവിടെ നിന്ന് സഹായിക്കണം. അങ്ങയുടെ വചനവുമായി നിൽക്കുമ്പോൾ അങ്ങയുടെ ശബ്ദം മാത്രം കേൾപ്പാനിടയാകണം. അടിയനെന്നതായ യാതൊരു ഈഗോയും വരുവാൻ അനുവദിക്കല്ലേ. നിങ്ങളുടെ ഭക്തിയോട് ഇതാ ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥന കേട്ടും സ്തോത്രം യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, തിരുവചനം വായിച്ച് നാം കേട്ടപ്പോൾ പല വിഷയങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടുത്ത് കർത്താവ് വിശകലനപ്പെടുക. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ 2 വിഷയങ്ങളുണ്ട്. അതായത് ജാതിയിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നൊക്കെ വിളിച്ച് വേർതിരിച്ച് 2 വിഷയത്തിൽ നമ്മെ ആക്കിയിരിക്കുകയാണ്. ഒന്ന്, രാജ പദവി തന്നു. 2, പൗരോഹിത്യ ശുശ്രൂഷയുടെ പദവി തന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിലേത് വേണമെന്നുള്ളത് ചിന്തിക്കണം. 2 ഭാഗം കൂടെ കോർത്തിണക്കെങ്കിലേ ആ വിഷയത്തിന് ഒരു വലിയ മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആരാണ് എന്നുള്ളതായ ആ ഉത്തമ ബോധം നമ്മെ ഭരിക്കാൻ കഴിയുള്ളൂ. സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിൽക്കേണ്ടതാകൊണ്ട് ഞാൻ അതിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗം എടുപ്പാൻ കർത്താവിൽ ശരണപ്പെടുക. നിങ്ങൾ എന്നോട് കൂടെ ആയിരിക്കണമേ പ്രാർത്ഥനയോടുകൂടെ. കേട്ട് മാർക്കിട്ട് പോരാ എന്നോ നല്ലതെന്നോ പറയുവാനല്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ഉൾക്കൊണ്ട് ഞാൻ ആരാണ്, എന്നെ എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്, ജീവിപ്പിച്ചിരിക്കുന്നത്, കാട്ടിൽ കിടന്ന എന്നെ, എവിടേക്കോ കിടന്ന എന്നെ, ഒരു കണ്ണിനും ദയതോന്നാതിരുന്നതായ പുറംപറമ്പിൽ കിടന്ന എന്നെ, അല്ലെങ്കിൽ നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ നടുവിൽ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിൽ കൂടെ യാത്ര അയച്ച് കൊണ്ടുവരുവാൻ, കനാൻ ദേശത്ത് എത്തിക്കുവാൻ, പിതാവായ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ദേശം കൈവശമാക്കി എടുത്തതിൽ ജീവിക്കുവാൻ, ഇഷ്ടം പോലെ തിന്നു കുടിച്ച് ജീവിച്ചോ, അവിടെ തേനും പാലും ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. മരുഭൂമിയിൽ കൂടെ 40 വർഷം നടത്തിയപ്പോൾ ദൈവം ആരെ വെറുതെ നിർത്തിയില്ല, വെറുതെ നടത്തിയതല്ല. ചിന്തിക്കണമേ. രാത്രി ആമേൻ ദീപസ്തംഭമായും രാത്രി പകല് അഗ്നി മേഘസ്തംഭമായും നിന്നതിൻ്റെ ഉദ്ദേശം ആമേൻ നീ ചൂടുകൊള്ളാതെ, നീ ഇരുട്ടത്ത് നടക്കാതെ അങ്ങ് നടക്കാൻ വേണ്ടി മാത്രമല്ല. ഉദ്ദേശം ഫറവോനോട് ദൈവം പറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. മോശയെ വിളിച്ച് ദൈവം ആദ്യം പറഞ്ഞിരുന്നു, എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടു എന്ന്. ആമേൻ. മോശയോട് പറഞ്ഞ അതേ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത കണ്ട ദൈവം അതിന് കാരണക്കാരൻ ആരാണെന്ന്, ഫറവോനാണെന്ന് നന്ന ബോധ്യമുള്ളത് കൊണ്ട് ആ വ്യക്തിയോട് വിളിച്ചു പറയും, എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടുകൊടുക്ക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 126 സങ്കീർത്തനത്തിന്റെ 1-ാം ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ഒന്നത് വായിച്ചേ, ഓടിച്ച്. സിയോന്റെ പ്രവാസികൾ. സ്തോത്രം. സിയോന്റെ മക്കൾ എങ്ങനെ ബന്ധനത്തിലായി. നാം ഇസ്രായേലിലേക്കൊന്നും പോകണ്ട പ്രവാസിയാകാൻ. നിന്റെ മുറ്റം തന്നെ നിന്നെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. നിന്റെ ചുറ്റുപാടുകൾ നിന്നെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ഫറവോന് തുല്യമായി നിൽക്കുന്ന പൈശാചിക ശക്തി നിന്നെ പലപ്പോഴും ബന്ധിച്ചിട്ടില്ലേ? നിന്നെ പലപ്പോഴും രോഗിയാക്കിയിട്ടില്ലേ? നിന്നെ പലപ്പോഴും അസ്വസ്ഥയാക്കിയിട്ടില്ലേ? കടക്കാരനാക്കിയിട്ടില്ലേ? കടക്കാരിയാക്കിയിട്ടില്ലേ? അപകടങ്ങളിൽ പിടിച്ചിട്ടില്ലേ? പല രീതിയിലുള്ളതായ ദുഃഖാവസ്ഥകൾ സംഭവിച്ചിട്ടില്ലേ? നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ ഭർത്താവിന് പ്രതികൂലം കടന്നു വന്നില്ലേ? അതെല്ലാം പ്രവാസത്തിന്റെ ഓരോ അനുഭവങ്ങളാ. എന്നാൽ ഇന്ന് ആ പ്രവാസത്തിന്റെ അനുഭവങ്ങളിലല്ല, അവിടെ ആയിരുന്നാലും മരുഭൂമി യാത്ര ചെയ്യുന്ന ദൈവജനമേ, നിന്നോട് പറയുക, നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ഇന്ന് പകൽക്കാലം ഈ ആരാധന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ വലിയൊരു ശക്തി പ്രാപിച്ച് നീ കടന്നുപോയില്ല എങ്കിൽ നിന്നെ വിളിച്ച് വേർതിരിച്ചുകൊണ്ട് ദൈവത്തിന് ഒരു പ്രയോജനവുമില്ല. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന്റെ രണ്ട് മക്കളിൽ ഇളയവൻ യാക്കോബ് ആമേൻ തന്റെ രണ്ട് ഭാര്യമാരും രണ്ട് പാട്ടുകളിൽ കൂടെ ആമേൻ ലഭിക്കപ്പെട്ട 12 13 മക്കൾ, 12 പുരുഷന്മാർ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 12-ൽ മൂന്നാമന്റെ പേര് എടുത്ത് ചില ദൂരം പോകാൻ കർത്താവ് ശരണപ്പെടുകയാണ്. മൂന്നാമൻ ആരാ? പ്രൈസ് ദി ലോർഡ്. അവിടെ തന്നെ ചോദിച്ചേ പ്ലീസ്. യഹൂദ. നീ നാലാമത്തെ ആരാ? പുസ്തകം നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. രൂബേൻ, ശിമയോൻ, ലേവി കഴിഞ്ഞ ഇളയവനെ മൂത്തതാക്കരുത്, മൂത്തവനെ ഇളയതാക്കരുത്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ഇതിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇളയവരാ കൂടുതലും അനുഗ്രഹിക്കപ്പെട്ടവർ. അങ്ങനെയാ സംഗതി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബ് അനുഗ്രഹിച്ചതും അങ്ങനെ തന്നെയാണെന്നേ. പ്രൈസ് ദി ലോർഡ്. യോസേപ്പ് മക്കളെ രണ്ടുപേരെ വിളിച്ച് അപ്പന്റെ ഇടവും വലവും നിർത്തി. മൂത്തവനെ വലങ്കയുടെ നേർക്ക്, ഇത് പറഞ്ഞോണ്ട് ഞാൻ ഓർത്തു പോവാ കേട്ടോ. ആമേൻ. ഇളയവനെ ഇടങ്കയുടെ നേർക്ക് നിർത്തി. അപ്പ അനുഗ്രഹിക്കപ്പ എന്ന് പറഞ്ഞപ്പോൾ അപ്പനൊരു കാര്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കൈ ഇങ്ങനെ അങ്ങ് പിളച്ചു വെച്ചു. സ്തോത്രം. വലത് ആരുടെ തലമേ പോയി? പറഞ്ഞേ. എബ്രഹാമിന്റെ തലമേളിൽ പോയി, ഇളയവന്റെ തലമേൽ പോയി. സ്തോത്രം. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ, വർദ്ധിച്ചു വരും, അവനെല്ലാറ്റിനും മിടുക്കനാ എന്നൊക്കെ പറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു വിട്ടു. പിന്നത്തേതിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമാണങ്ങളെ വായിച്ചു താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എബ്രഹാം യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. വിശുദ്ധാരാധന വിട്ട്, ആരാധനയുടെ മർമ്മം വിട്ട് വിഗ്രഹാരാധിയായി മാറുവാനിടയായി. അനുഗ്രഹത്തിന്റെ ആമേൻ ഭാഗം എങ്ങോട്ട് പോയി എന്നാൽ നിങ്ങൾ നോക്കണമേ. അടുത്ത ഭാഗം ചിന്തിക്കുമ്പോൾ അവൻ മൂത്തവനാരാ? മനുഷ്യകുലത്തില് ഒരുവൻ എഴുന്നേൽപ്പ അവന്റെ വസ്തുവകള്, അവന്റെ അപ്പന്റെ അനുഗ്രഹങ്ങള്, അവന്റെ അപ്പൻ കൊടുത്ത ഓഹരികള് ഇതെല്ലാം കാത്തു സൂക്ഷിച്ച് മിഥ്യാന്യർ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് മനം നൊന്ത്
അവൻ വേർത്തുണ്ടാക്കിയ കഷ്ടത നന്മ ആമേൻ അപകരിക്കുന്നു എന്ന് കണ്ട് അവൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് ദൈവസന്നിധി തന്റെ കൃഷി ഇറക്കുവാൻ തുടങ്ങി. Praise the Lord. അത് അപകരിക്കരുതെന്ന് കരുതി അവൻ കാത്തു നിന്ന് മുന്തിരിച്ചക്കിന്റെ അടുക്കൽ വെച്ച് ആമേൻ ഗോതമ്പ് ഏവവും അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആമേൻ അവിടെ അങ്ങനെ നിൽക്കട്ടെ, നിന്റെ ഈ വലത്തോട് പോവുക എന്ന് ആമേൻ ഹല്ലേലൂയ. മനശ്ശയുടെ ആമേൻ തലമേൽ അനുഗ്രഹം വരുന്നതിന് പകരം അപ്പൻ അങ്ങോട്ട് കൊടുത്തത് കൊണ്ട് ഇവിടെ ദൈവം അവനെ അനുഗ്രഹിക്കാനിടയാണ്. നിന്റെ മർമ്മം പലപ്പോഴും നിന്റെ സഹോദരന്മാരോ നിന്റെ അപ്പനോ അമ്മയോ നിന്റെ അയൽക്കാരോ ബന്ധുക്കളോ ഒരു പക്ഷേ പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, ഉപദേശി ആയിക്കൊള്ളട്ടെ, ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നിനക്ക് തരേണ്ട അനുഗ്രഹം തരാതെ ആമേ വാഗ്ദത്തങ്ങൾ തരാതെ മാറ്റിവെച്ച് പോയി ആമേനൊന്ന് കൺമേനിക്ക് കൊള്ളാമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആമേ മുമ്പേ ഇവിടെ കേട്ടതുപോലെ ആമേ കണ്ടാൽ ഒരു ഇമ്പവും ഇല്ല എന്ന് പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവത്തിന് നീ ഇമ്പമുള്ളവനാ, നീ ഇമ്പമുള്ളവനാ. ആമേ പറഞ്ഞതുപോലെ ഏൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ പ്രാപ്തിയുള്ള മനസ്സിന്റെ കൈവശമാണ് കൃപ കൊടുത്തത്. ഈ വലത്തോടെ നീ പോകുക എന്ന് ഓടിച്ചു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞില്ലേ മൂന്നാമത്തെ പേരെന്താന്ന് പറഞ്ഞേ? ലേവി. ആമേൻ. ഇവിടെ കുറിവാക്യവുമായ ഒരു ബന്ധം നമുക്ക് വരുത്തുന്നു. എന്താ നമ്മുടെ കുറിവാക്യത്തിൽ പറഞ്ഞത്? സ്തോത്രം. ജാതി പുരോഹിത തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശം സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ വാങ്ങിക്കുവാൻ ലേവിയുടെ സന്തതികൾക്ക് ഒരവകാശവുമില്ല, ഒരു പദ്ധതിയും ഇല്ല. കാരണം യാക്കോബിന്റെ പ്രയാണ സമയത്ത് ഈ ലേവി തന്റെ സഹോദരനുമായി വിളിച്ച് തന്റെ സഹോദരിയെ അപമാനിച്ചവനെ, അപമാനിച്ചത് മാത്രമല്ല അവന്റെ വീട്ടിൽ ബന്ധിച്ചിടുന്നത് പോലെയുള്ള അനുഭവമാക്കി. എന്താ പറഞ്ഞാൽ അകത്ത് റൂമിൽ കയറ്റിയിട്ട് വാതിലടച്ച് കുറ്റിയിട്ട് കാണും അവൾ ഇറങ്ങിപ്പോകാതിരിപ്പാൻ. എന്നിട്ട് സൂത്രത്തില് അപ്പനും മകനൂടെ ചെന്ന് ആമേൻ യാക്കോബിനോടും സഹോദരങ്ങളോടും പറയുക, ആമേ ഈ ദീനായെ ഞങ്ങൾക്ക് വിവാഹം ചെയ്തു തരണം. എൻ്റെ മോൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം, ക്ഷണിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവളെവിടെ പോയിരുന്നു? അല്പസമയം അപ്പനും അമ്മയൊന്നും അറിയാതെ അനുവാദം വാങ്ങിക്കാതെ അവളെവിടെ പോയി? കൂട്ടുകാരൊത്ത് ടൂറിന് പോയി. അത്രയെന്ന് പറഞ്ഞാൽ മതി. അവൾ ടൂറിന് പോയി. ടൂറിന് പോയപ്പോൾ കിട്ടിയതായ സന്തോഷം അപമാനമാത്. ആമേൻ, ഹല്ലേലൂയ. അതിന് പ്രതികാരം ചോദിക്കുവാൻ ആങ്ങളെ തയ്യാറായി. ഒരു സൂത്രം യാക്കോബും ലേവിയും പ്രയോഗിച്ചു. എന്റെ പങ്ങളെ തരാം, നിങ്ങളെല്ലാവരും ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കാമോ? കേൾക്കാം. ഒക്കെ കേട്ടു. നൊമ്പരം കൊണ്ടിരുന്ന അതേ ദിവസം ഹല്ലേലൂയ ലേവിയും ശിമയോനും വാളെടുത്ത് അവർ രംഗത്തിറങ്ങി. ആമേൻ. ആ സഹോദരനെയും പിതാവിനെയും കൂടെ ഉള്ളതായ ചുറ്റുപാടുള്ളതായ സകലരെയും വാളിന്റെ വട്ടലയാൽ വെട്ടിയെറിഞ്ഞ് ഇല്ലായ്മ ചെയ്ത് അഘോരമായ പ്രവൃത്തി ചെയ്ത് ആമേൻ. ആ രഹസ്യകാര്യം ഇവർ ചെയ്തത് കൊണ്ട് അപ്പനായ യാക്കോബ് പറയുക. ആവർത്തന പുസ്തകം 33 6-7 വാക്യങ്ങളൊന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 33 6-7 വാക്യങ്ങള്. പിന്നെ
Praise the Lord. ഓക്കെ, praise the Lord. ഇതിന്റെ 8-9 വായിക്കുക. ആ, ലേവിയെ കുറിച്ച് ഇവൻ പറഞ്ഞത് മോശയുടെ ആലോചനയാ. മോശ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുക്കുന്ന. പിന്നെ കേൾക്കാൻ വയ്യ. ആ, മലയുടെ ശബ്ദം ആയതുകൊണ്ടാവും. വായിച്ച മോളെ. ആ, അവൻ അപ്പനെയും അമ്മയെ കുറിച്ച് മതി. ഇനി ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 6-7 വായിച്ചേ. ശ്രദ്ധിക്കണമേ, ലേവിയെ കുറിച്ച് അപ്പൻ പറയുന്ന കാര്യം മുമ്പേ മോശ പറഞ്ഞ കാര്യം നാം വായിച്ചു കേട്ടത്. ആദ്യം എന്താ പറഞ്ഞത്? എന്നുള്ളമേ അവന്റെ മന്ത്രണങ്ങളില് കുടുങ്ങരുത്. മന്ത്രണം രഹസ്യം. ആ രഹസ്യത്തിൽ, ലേവിയുടെ രഹസ്യത്തിൽ നിങ്ങൾ കുടുങ്ങരുത്. ലേവി ദുഷ്ടനാ, അവൻ കൊലയാളിയാ, അവൻ നാശയോഗ്യനാ. അപ്പൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുത്താതെ അപ്പനെ ഓടിച്ചതാ എന്ന് പറഞ്ഞാൽ ജീവപ്രാണം കൊണ്ട് ദേശം വിട്ട് ഓടുവാൻ ഇടയാക്കിയതായ മകനാ ലേവി. അതുകൊണ്ട് അവനോട് സഹോദരങ്ങളോട് പറയാ, അവന്റെ മന്ത്രങ്ങളില് ഇടപെടരുത്. പിന്നെ അവരുടെ യോഗത്തിൽ ചേരരുത്. അടുത്തത് 2 കാര്യമാ. എൻ മനമേ അവന്റെ യോഗത്തിൽ ചേരരുത്. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ മതി. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നവരാ എന്ന് പറഞ്ഞ് ലേവിയെ ശപിക്കുമ്പോൾ ആരാ? അപ്പൻ ലേവിക്ക് ശാപമിട്ട് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, തലകുനിക്കപ്പെട്ടവനായി ലജ്ജാഭാരത്തോടുകൂടെ മറ്റുള്ള മക്കളുടെ നടുവില് വ്യാകുലചിത്തനായി നിന്നു എങ്കിൽ ആമേൻ, അവൻ കൊള്ളാമെന്നും അവൻ ധീരനാണെന്നും അവൻ ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും സ്വർഗത്തിലെ തമ്പുരാൻ അവനെ കുറിച്ച് കണ്ടു. Praise the Lord. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങോട്ട് കടന്നു വന്ന മാത്രയില് യാത്രാമധ്യേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എണ്ണാൻ പറഞ്ഞു ജനത്തെ. ദൈവം പറഞ്ഞു ജനത്തെ എണ്ണിക്കൂ. എണ്ണി എത്ര എണ്ണം? ഇസ്രായേലിൽ നിന്ന് 20 വയസ്സിന് മേലുള്ള പ്രയാണം ചെയ്തത് എത്ര പേരാ അറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. എത്ര പേരാ? ഒരു ചെറിയ സംഖ്യ എങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്ത ഇസ്രായേൽ മക്കളില് 20 മുതൽ മേലോട്ടുള്ള പുരുഷന്മാരുടെ എണ്ണം മാത്രം പെട്ടെന്ന് നമ്മൾ പറയാറില്ലേ 6 ലക്ഷം എന്ന്. 600,000 കൂട്ടത്തെ ചിറകിൽ വാങ്ങിച്ചവൻ കൂടെ. എന്ന് പറയുമ്പോൾ 6 ലക്ഷം അല്ലേ? ആമേൻ. കുറെ ചില്ലറയും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അത് ആമേ പുസ്തകം എടുത്ത് വായിക്കാനുള്ള സമയം എനിക്ക് മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോകാം. ആമേൻ. 6,550 പുരുഷന്മാരാണ്. എത്ര? കണക്ക് എണ്ണം തെറ്റരുത്. 6,550 പുരുഷന്മാർ. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. മോശയോട് ദൈവം പ്രത്യേകം പറഞ്ഞിരുന്നു, മോനെ മോശയെ 11 ഗോത്രത്തിലുള്ളവരെ നിനക്ക് എണ്ണാം, എന്നാൽ ലേവി ഗോത്രത്തിലുള്ളവനെ എണ്ണരുത്.
Praise the Lord. ലേവി ഗോത്രത്തിലുള്ളവനെ മാത്രം നിങ്ങൾ എണ്ണരുത്, അവരുടെ സംഖ്യ എടുക്കുകയും അരുത്. കാരണം അപ്പൻ തള്ളിക്കളഞ്ഞതാ. വേണ്ടെന്ന് വെച്ചതാ. അവന്റെ മന്ത്രണത്തിലോ അവന്റെ ശുശ്രൂഷയിലോ അവന്റെ കാര്യത്തിലോ അവന്റെ യോഗത്തിലോ നിങ്ങൾ പങ്കുകൂടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറയുന്നു, തമ്പുരാന്റെ അഭിപ്രായമാ, യഹോവയുടെ അഭിപ്രായമാ എന്താ? അവർ ശുശ്രൂഷയ്ക്ക്, സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്ക്, ആത്മീയ പ്രവർത്തനങ്ങൾക്ക്, ദൈവിക പ്രവർത്തനങ്ങൾക്ക് ഞാൻ അവരെ വേർതിരിച്ചിരിക്കൊണ്ട് അവരെ എണ്ണരുത്. മനസ്സിലായോ? അവരുടെ എണ്ണ നീ എടുക്കണ്ട. കാരണം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാതൊന്ന് വായിച്ചേ. ഇതിന്റെ സകല ജാതികളിലും, ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായ ആർക്കും എണ്ണിക്കൂടാത്ത, ഓ ഹല്ലേലൂയ, ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിലും കുഞ്ഞാടിന് മുമ്പാകെ അവൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. വെള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ദൈവമക്കളെ കയ്യിൽ കുരുത്തോലയന്തി അവർ പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽക്കാലം ആ കുരുത്തോലയേക്കാൾ വലുതല്ലേ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് കടന്നു വരുന്ന സ്തുതി സ്തോത്രങ്ങള്. അപ്പൻ തള്ളിയാൽ ആമേൻ, തള്ളാത്തൊരു ദൈവം നിനക്ക് ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആര് നിന്നെ തള്ളിയാലും ആര് നിന്നെ മാറ്റിവെച്ചാലും ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് അപ്പനല്ല. ആമേൻ, അപ്പനല്ല, സ്വർഗത്തിലെ ദൈവമോ. അവരല്ലാതെ ഈ ഗോത്രങ്ങളിലുള്ള ഒറ്റ കുഞ്ഞുങ്ങളും സമാഗമന കൂടാരത്തിൽ വേല ചെയ്യണ്ട. ഹല്ലേലൂയ. എന്തു മനോഹരമോ ഈ കാണുന്ന എന്തോരതിശയമേ, എന്തു മനോഹരമോ ഈ കാണുന്ന എന്തോരതിശയമേ, എന്തോ അതിശയം ദൈവസ്വരൂപത്തെ, എന്തോ ദൈവസ്വരൂപത്തെ ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു, ചിന്തും പ്രതിബിംബം. ഓ എന്തോ മനോഹരമേ ഈ കാണുന്ന എന്നെ നിങ്ങളെയും കാണുന്നത്. ആമേ, എത്ര മനോഹരമാ. ആമേ, കരുവാളിച്ചിരുന്നത്. ആമേൻ, അവിടെ എവിടെയും ചുക്കച്ചൂളി ഇരുന്നതൊക്കെ വെള്ള വസ്ത്രം ധരിച്ച് കുഞ്ഞാറിന്റെ മുമ്പാകെ ആമേൻ ആർത്ത് അവന്റെ സിംഹാസനത്തിന് മുമ്പിലിരിക്കുമ്പോൾ നിന്റെ രൂപം മാറും, നിന്റെ ഭാവം മാറും, നിന്റെ വിഷയം മാറും. നീ ആർത്തു പാടി എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ നിന്നെ വേർതിരിച്ചിരിക്കുക. ഈ ലോകം നിന്നെ തെറ്റിച്ചെന്ന് വരും, ഈ ലോകം നിന്നെ മാറ്റിവെച്ചെന്ന് വരും, ഈ ലോകം നിനക്ക് പകരം വേറൊരാളെ തിരഞ്ഞെടുത്തെന്ന് വരും. Praise the Lord. ദൈവത്തിന്റെ പട്ടികയില് നിന്റെ പേരുണ്ട്, നമ്മുടെ ഓരോരുത്തരെയും പേരുണ്ട്. അതുകൊണ്ട് പട്ടം നോക്കിയിട്ട് പറയുക, എന്തു മനോഹരം. പാടി ആരാധിക്കുമ്പോൾ ഇവിടെ വെച്ച് നാം പാട്ട് ശീലിക്കുക. ഇവിടെ ഇവരെ പാട്ടുകാര് സ്ക്വയറിയും അവന്റെ ടീമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ വിടരുത്. Praise the Lord. Hallelujah. അവരാദ്യം അങ്ങ് ഇട്ട് തരത്തേ ഉള്ളു കേട്ടോ. നിങ്ങൾ പാടി ആരാധിച്ചു കൊള്ളണം. അവരുടെ മേൽ ഇറങ്ങാത്ത ആ അത്യന്ത ശക്തി ഉണ്ടല്ലോ. ഇല്ലായ്മയുടെ സ്ഥാനത്ത് ആമേൻ ഉളവാക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നിന്റെ കടഭാരങ്ങൾ മാറ്റുവാനും നിന്റെ രോഗം മാറ്റുവാനും നിന്റെ ശാപം മാറ്റുവാനും അപ്പന്റെ അല്ല, ദേശക്കാരുടെ അല്ല, ദേശാന്തര ശക്തികളുടെ അല്ല ശാപം നടത്തുകയെന്ന് ഇനി ചിന്തിക്കരുത്. ആമേൻ.
ഹല്ലേലൂയ. യഹോവ നിന്റെ പക്ഷത്തുണ്ട്. യഹോവ നിനക്ക് ദൈവമായിരിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എങ്ങനെയാ പുരോഹിതനായത്? നമ്മളെങ്ങനെയാ പുരോഹിത? ഇസ്രായേൽ ജനത്തോടെ ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു പുരോഹിത വർഗം അല്ലേ? അമ്മേ, നമ്മൾ പുരോഹിത വർഗം ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണോ? ലേവി ഗോത്രത്തിൽപ്പെട്ടവർ ആരെങ്കിലും ഉണ്ട്? കയ്യിൽ നിന്ന് പൊക്കിയേ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പറയും. കർത്താവ് ജനിച്ചത് ഏത് ഗോത്രത്തിലാ? വേഗം പറഞ്ഞേ. അറിഞ്ഞൂടാ ഇല്ലേ? യഹൂദ ഗോത്രത്തില് സിംഹമായവൻ പ്രൈസ് ദി ലോർഡ് അവിടെ ജനിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. യഹൂദ, എഫ്രാത്തയും ആമേ യഹൂദയും കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് അല്ലേ? ആമേ എന്ന് പറഞ്ഞാൽ ആമേ കർത്താവ് ജനിച്ച ബേത്ലഹേമിന് ആമേ മറ്റൊരു പേരായ എഫ്രാത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് തന്നെ ദൈവദാസൻ തിരഞ്ഞെടുത്തല്ലോ. ആമേ, കാരണം എന്താണെന്ന് അറിയാമോ? ആമേ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ആത്മാവ് പറഞ്ഞ്, എടാ യേശു ജനിച്ച സ്ഥലമാണ് എഫ്രാത്ത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ജനിച്ചിരിക്കുകയാണ്, ഇവരുടെ നടുവിൽ. ആമേ, ഈ ഓരോ ജനത്തിന്റെ നടുവിൽ ഞാൻ ജനിച്ചിരിക്കുക. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ വിശുദ്ധകാര്യങ്ങൾ ഈ ഒരു ദൈവത്തെ മഹത്വം കൊടുക്കാമോ? ആമേൻ. അത് സമ്മതിച്ചിരിക്കണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. കാരണമുണ്ട്. പ്രവാചകന്മാർ പ്രവചിച്ച, ആമേൻ, യെശയ്യാവ് പ്രവചിച്ച ആ പ്രവചനങ്ങൾ നിവർത്തീകരിക്കേണ്ടതിന് വേണ്ടി ആമേൻ ഈശായുടെ ആമേൻ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടുമെന്ന് പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. അത് നടക്കാതിരുന്നാൽ പ്രവചനം തെറ്റിപ്പോകും, യെശയ്യാവ് കള്ളനായി പോകും. ആമേൻ. പ്രവചിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ ആമേൻ പോസ്റ്റിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മശക്തിയോ. ഹല്ലേലൂയ, 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 ആമേൻ. അത് സംഭവിക്കേണ്ടതിന് ആമേൻ അവിടെ നമ്മുടെ കർത്താവ് ജനനം കൊണ്ടുവന്നിട്ടയ്യ. എന്നാൽ ആമേൻ വളർന്നത് എവിടെയാ? വളർന്നത് എവിടെയാ? നസറേത്തില്, ഒരു കുഗ്രാമം, വെളിച്ചമില്ലാത്ത സ്ഥലം, ഇരുളടഞ്ഞതുപോലെയുള്ള അനുഭവം, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലം. എന്തോന്നൊരു കോളനി ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഏതോ ഒരു കോളനിയില് എന്നതുപോലെ ഒഴിഞ്ഞ സ്ഥലത്ത് ആമേൻ അവന്റെ അമ്മയപ്പന്മാർ അവരെ കൊണ്ടുപോയി അവിടെ വളർത്തി. അവിടെ നിന്ന് ലോകരക്ഷിതാവായി യേശു അവിടെ ചെന്ന നാൾ മുതൽ ആമേൻ, ഹല്ലേലൂയ, നസ്രയത്തിന്റെ രൂപഭാരം മാറ്റി ഇരുള് മാറി വെളിച്ചം വീശുവാനിടയായെങ്കിൽ ഈ യേശു ജനിക്കപ്പെട്ട ഓരോ ഹൃദയങ്ങളോടും ഇന്ന് പകൽക്കാലം ആത്മാവ് ചോദിക്കുക, നീ വളരുന്ന ഇടം, നീ പ്രവർത്തിക്കുന്ന ഇടം, നീ ആയിരിക്കുന്ന ഇടം, പ്രൈസ് ദി ലോർഡ്, എത്രത്തോളം വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. നസ്രേത്തുകാരൻ ചെല്ലുന്നിടത്തെല്ലാം വെളിച്ചമാ. അതുകൊണ്ട് നസ്രേത്തുകാരൻ ഉള്ളിലുള്ളവർ ചെന്നാൽ ആ ഭവനത്തിന് അനുഗ്രഹമാണ്. ആമേൻ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. സമയത്തിന്റെ പരിമിതി നിർത്താൻ പോകുക. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ആ കർത്താവ് ലേവി ഗോത്രത്തിൽ ജനിച്ചവനല്ല. പിന്നെ എങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷ കിട്ടി? നമ്മുടെ കർത്താവ് പറഞ്ഞു, ആമേൻ, ഞാൻ ആലയത്തേക്കാൾ വലിയവനാ, ഞാൻ സ്വർഗത്തേക്കാൾ ഉന്നതനാ. ആമേൻ. ആ ഉന്നതനായിരിക്കുന്ന കർത്താവ് ആമേൻ ഒരു കൊച്ചു ശിശുവായി ഒരു സ്ത്രീയുടെ ഉദരത്തില് ആമേൻ ഏകദേശം 10 മാസക്കാലം ഒതുങ്ങിയിരിപ്പാൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു എങ്കിൽ ആമേൻ ഞാനും നിങ്ങളും ആയിരിക്കുന്ന ദേശത്ത് താഴ്മ ധരിച്ചിരിപ്പാൻ തയ്യാറെങ്കില് എന്റെ കർത്താവിനെ ഉയർത്തിയവൻ നമ്മെയും ഉയർത്തുവാൻ ശക്തനാ. Praise the Lord. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒരു ലേവി ഗോത്രത്തോടും ബന്ധമില്ല എങ്കിലും ആമേൻ ഒരു പൗരോഹിതൻ ആമേൻ ഹല്ലേലൂയ ആരുടെ കയ്യിൽ നിന്ന് ദശാംശം വാങ്ങി? അബ്രഹാമിന്റെ കയ്യിൽ നിന്ന് ദശാംശം വാങ്ങി. ആരാത്?
മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം യേശു എന്നേക്കും ഒരു പുരോഹിതനായി തീർന്നത് കൊണ്ട് ഈ കല്ലുകള്, കറുത്ത കല്ലുകള്, അവിടെ ഇവിടെ എറിയപ്പെട്ടതുപോലെ കിടന്ന ഈ കൊച്ചു കല്ലുകളുണ്ടല്ലോ, ആമേൻ, എന്റെ കർത്താവ് ഒരിക്കൽ കണ്ടെടുത്ത് അതിനെ ചെത്തിമിനുക്കി ആലയത്തിന്റെ കല്ലുകളാക്കി കെട്ടി ഉയർത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കില് നീ പറഞ്ഞു, ഞാനും ലേവ്യ കുടുംബത്തോട് കർത്താവ് മൂലം ഏകീകരിക്കപ്പെട്ട വ്യക്തിയാ. ഈ അദർശ ദൈവത്തെ ആമേൻ നമ്മുടെ ഉള്ളിൽ പേറി പോകാൻ ഈ വിശുദ്ധാരാധന നിമിത്തം ഇടയാകട്ടെ. യഹോവ നമ്മളിൽ വൻ കാര്യത്തെ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരട്ടെ. 31 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. യഹോവ ഇന്ന് പകർക്കാരൻ നല്ല വാക്യം കിട്ടിയത്. യഹോവയെ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ ലജ്ജിച്ചു പോകാതിരിപ്പാൻ. നീ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ലജ്ജിക്കാനിട വരരുത്. ആമേൻ. ചങ്കുറ്റത്തോട് നിൽക്കണം. പ്രാണൻ പോയെന്ന് പറഞ്ഞാൽ ഇന്നലെ ആമേൻ ഉണ്ണികൃഷ്ണന്റെ ആമേൻ ഹല്ലേലൂയ അടക്കത്തിന് ഞങ്ങളും പോയിരുന്നു പ്രിയമുള്ളവരെ. ആമേൻ ഹല്ലേലൂയ. ഉണ്ണികൃഷ്ണപിള്ള പ്രൈസ് ദി ലോർഡ്. ആമേൻ. ധീരമായി മരണം വരെ തലേ ദിവസം ആമേൻ ഹല്ലേലൂയ കോന്നിയില് ആമേൻ പരസ്യവേല ചെയ്ത യോസനക്കാരല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മകൾ പഠിക്കുന്നതായ കോളേജിൽ ആമേൻ ഹല്ലേലൂയ അദ്ദേഹവും ആമേൻ വിദ്യാർത്ഥിയാണ്. ആ ചർച്ചില പ്രിയമുള്ള ദൈവജനമേ, ധാരണമായ ആമേൻ ആ വേർപാടെന്ന് പലരും പറയുമ്പോൾ ദൈവമക്കൾ പറയാ, ദൈവം ആമേ അവൻ്റെ സമയമായപ്പോഴാണ് വിളിച്ചത്. 8 വർഷം കൊണ്ട് 90 വയസ്സിൽ പ്രവൃത്തി ചെയ്തെടുത്തത്. ആമേൻ ഹല്ലേലൂയ. അദ്ദേഹം ആമേൻ ഹല്ലേലൂയ സ്വർഗത്തേക്ക് ആമേൻ അല്ലെങ്കിൽ നിത്യത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ നമ്മുടെ പ്രാണൻ പോകുന്നത് വരെ ദൈവത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ തയ്യാറെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ആമേൻ നീ ചെയ്തു. ഒരു ശങ്കയും വിചാരിക്കരുത്. മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും അനുവദിച്ചതായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. വേദി ഒരുക്കി തന്ന കർത്തൃഭൃത്യനും സഭയ്ക്കും എല്ലാ ദൈവദാസന്മാർക്കും ഹല്ലേലൂയ കേൾവിക്കാരായിരുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനവും നന്ദി അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. പ്രാർത്ഥന എല്ലാവരെയും ചോദിക്കുന്നു. ആമേൻ.